Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം പത്തിരിപ്പാല പൂക്കാട്ടുകുന്നിൽ വെള്ളം ചോദിച്ചെത്തിയ മോഷ്ടാവ് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയുടെ കാതിലെ കമ്മലും കഴുത്തിലെ മാലയും കവർന്നു. വീട്ടുടമയുടെ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയുടെ കഴുത്തിലെ മാലയും കവർന്നാണ് കടന്നുകളഞ്ഞത്. വീട്ടുടമയുടെ ബന്ധുവായ ചിറ്റൂർ സ്വദേശിനി പ്രേമയുടെ കാതിൽ നിന്നാണ് കമ്മൽ പിടിച്ചുപറിച്ചത്. ഇവർക്ക് പരിക്കേറ്റു. ഒരാൾ വന്ന് ഫോളിൽ ബെല്ലടിച്ചു. അടിച്ചപ്പോൾ ഞാൻ കതക് തുറന്ന് നോക്കുമ്പോൾ ഒരാൾ വെള്ളം ചോദിച്ചപ്പോൾ അവർ വെള്ളം ഞാൻ കൊച്ചു ഉറങ്ങുകയാണ്, ഇപ്പോൾ വെള്ളം എടുക്കാൻ പറ്റില്ല, അവരൊക്കെ അടിച്ചിട്ട് വരിക പറഞ്ഞു. ഞാൻ വെള്ളം എടുക്കാൻ പോയത് ബാക്കിൽ കൂടെ എന്നെ ഒരു ചവിട്ടി ഞാൻ ഉള്ളിൽ പോയി. എൻ്റെ ബാക്കിൽ കൂടെ വന്നതായി ആൾ വീണിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ ചേച്ചിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞെടുക്കുമ്പോഴേക്ക് ഫോൺ പിടിച്ചു വായ അടച്ച് പിടിച്ചത് തലയിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് കമ്മലും പിന്നെ മാലയും കുട്ടിയുടെ മാല കുട്ടിനെ കിടന്ന് ഉറങ്ങിയായിരുന്നു കട്ടിലേക്ക്. ചിറ്റൂർ സ്വദേശിനിയായ 55-കാരി പ്രേമയും വീട്ടുടമ രുക്മിണിയുടെ മകളുടെ 2 വയസ്സ് പ്രായമുള്ള കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുടിവെള്ളം എടുക്കാനായി വീടിനുള്ളിലേക്ക് കയറിയതും പ്രേമയെ മോഷ്ടാവ് പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തി. പ്രേമയുടെ വായ് പൊത്തിപ്പിടിച്ച് ബലം പ്രയോഗിച്ച് കഴുത്തിൽ നിന്ന് താലിമാലയും കാതിലെ 3 ഗ്രാം തൂക്കം വരുന്ന കമ്മലും പറിച്ചെടുത്തു. ബോധരഹിതയായി നിലത്ത് കിടന്ന പ്രേമയ്ക്ക് വീട്ടുകാരെത്തി തട്ടി വിളിച്ചപ്പോഴാണ് ഉണർന്നത്. കുഞ്ഞിന്റെ കഴുത്തിലെ 1 പവൻ മാലയും കവർന്നിരുന്നു. കാതിലെ കമ്മൽ വലിച്ചു പറിക്കുന്നതിനിടെ പ്രേമയുടെ ഇടത് ചെവിക്ക് പരിക്കേറ്റു. ഇവരെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.